റവറൻ ഫാദർ അജി ഈപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ക്രൈസ്റ്റ് ചർച്ച് ജമ്മുവിൽ അവിടുത്തെ പുരോഹിതനാണ്. ഫാദർ നമസ്കാരം. ഫാദർ ജമ്മുവിലാണ്. ഇന്നലെ വൈകുന്നേരത്തെ സാഹചര്യം ഞങ്ങളൊക്കെ കണ്ടതാണ്. അത് നമുക്ക് ഒരു തരത്തിൽ മനസ്സിലാവുകയും ചെയ്തു. ഫാദറൊക്കെ നിൽക്കുന്ന ആ മേഖലയിലൊക്കെ ഈ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഫാദർ? ഇന്നലെ രാത്രിയില് ആരും അത്രയും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം ഉണ്ടായത്. റോഡുകളെല്ലാം സ്ട്രക്കായി പോയി. വഴികളിൽ യാത്ര ചെയ്യുന്നവരെല്ലാം വണ്ടി നിർത്തി ഇറങ്ങി ഓടി. പിന്നെ എല്ലാവരും വീടുകളിൽ ചെന്നു. നമ്മൾ കേട്ടിട്ടോ ഉള്ളു ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇത്രയും ജമ്മു സിറ്റിക്ക് അകത്ത് വന്ന് ഇത്രയും വലിയ തോതിൽ ഒരു അറ്റാക്ക് വരുന്നത് ഇതുവരെയും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരു ഭയാനകമായ ഒരു സംഭവമായി പോയി. എല്ലാവരും വീടുകളിൽ ഒളിച്ചിരിക്കുകയും ആരും വെളിയിൽ വന്നില്ല. പിന്നെ കരണ്ടില്ല. എല്ലാവരോടും നേരത്തെ പറഞ്ഞു വെച്ചു ആരും വീടിന്റെ വെളിയിൽ വരരുതെന്ന് പറഞ്ഞു. ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് എന്ത് സംഭവിക്കും എന്ന് വളരെ ചിന്തയോടുകൂടി ഇവിടുത്തെ ജനങ്ങൾ ആയിരിക്കുന്നു ഈ സമയത്ത്. ഈ പകൽ എങ്ങനെയാണ് ഫാദർ അവിടുത്തെ ജനജീവിതം? സാധാരണ പോലെ തന്നെ അല്ലേ, അതോ പകലും ഒരു ആശങ്കയുടെ അന്തരീക്ഷമുണ്ടോ? ഈ പകല് ഇപ്പോൾ ജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വിടണം എന്ന് കാരണം എന്തും എപ്പോഴും സംഭവിക്കാം എന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. രാവിലെ വീണ്ടും വളരെ ഭയാനകമായ ഒരു അറ്റാക്കാണ്. നമ്മുടെ നിലം വരെ കുലുങ്ങുമായിരുന്നു. അതുപോലെ ഒരു ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആകാശത്ത് നിന്ന് രാത്രിയിൽ വരുന്നത് നമുക്ക് കാണാം. നമ്മുടെ തലയുടെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ആ സമയങ്ങളിൽ വീടുകളിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു. എല്ലാവർക്കും അവരുടെ ജീവനെ പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് അങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ. ഈ സുരക്ഷിതമായി കഴിയാൻ ഇപ്പൊ ബങ്കറുകളൊക്കെ ഉണ്ടാകുമല്ലോ വീടുകളിലൊക്കെ, അല്ലെങ്കിൽ അത്തരം ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അതുണ്ടോ ഫാദറൊക്കെ നിൽക്കുന്ന ഈ ക്രൈസ്റ്റ് ചർച്ചിനും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ? ഞങ്ങളുടെ ചർച്ച് കുറച്ച് അടുത്തായിട്ടാണ്. ഞങ്ങൾ താമസിക്കുന്ന ആർമിയുടെ ഏകദേശം അടുത്ത് തന്നെയാണ്. ഇവിടെയായിരുന്നു ഇന്നലെ മെയിൻ ആയിട്ടുള്ള സംഭവം നടന്നത്. അപ്പോൾ അവരുടെ സ്റ്റേഷനുകളെല്ലാം ഈ സറൗണ്ട് ഏരിയയിലായതുകൊണ്ട് വളരെ പ്രയാസമാണ് ഇപ്പൊ വെളിയിൽ ഇറങ്ങാനും. ബങ്കറുകൾ ഉണ്ടെങ്കിലും അവിടം വരെ ഓടിച്ചെല്ലാനുള്ള സമയം നമുക്ക് കിട്ടുകയില്ല. ബങ്കറുകൾ ഉണ്ട്, പക്ഷെ അവിടെ ഓടിച്ചെല്ലാനുള്ള സമയം കിട്ടുകയില്ല. അവിടെ പോകുന്നതും നമ്മുടെ വീടിനകത്ത് അടിയിലെ നിലയിൽ നമ്മൾ ഇരിക്കുന്നതും നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങൾ എല്ലാവരും ഇവിടെ എല്ലാ സജ്ജരും ഇന്നലെ അങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്. ഫാദർ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഇടുക്കിയിൽ കട്ടപ്പന മേരികുളം എന്ന സ്ഥലത്താണ്. എന്തായാലും ഫാദർ സുരക്ഷിതരായിരിക്കുക. ഇന്ത്യൻ സേന അവിടെ ഉണ്ട്. അവരുടെ അതിശക്തമായ ഇടപെടൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. ഇനിയും എന്തെങ്കിലും സംഭവിച്ചാലും സേനയുടെ ഇടപെടൽ ഉണ്ടാകും. അതുകൊണ്ട് ധൈര്യമായി ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. എല്ലാവരോടും പറയുക സുരക്ഷിതരായി. സേനാംഗങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായും അനുസരിച്ച് സുരക്ഷിതരായി തന്നെ ഇരിക്കുക. ഒന്നും പേടിക്കേണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. റവറൻ ഫാദർ അജി ഈപ്പൻ, അദ്ദേഹം ജമ്മു കാശ്മീരിൽ നിന്നാണ് ജമ്മുവിൽ നിന്നാണ് സംസാരിച്ചത്. അവിടുത്തെ ക്രൈസ്റ്റ് ചർച്ചിലെ പുരോഹിതനാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇന്ത്യൻ അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ